നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എപ്പോഴായാലും നിന്നെ തേടി അവൻ ഇവിടെ വന്നില്ലേ? വന്നു, പക്ഷെ വന്നതുപോലെ മടങ്ങി പോവുകയും ചെയ്തു. ഇല്ല മനസ്സാ, അവൻ ഒരു തവണയല്ല പല തവണ നിന്നെ കാണാൻ ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് നീ എന്തുകൊണ്ടാണ് സമ്മതിക്കാത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അവന്റെ സുഹൃത്തുക്കളിൽ നിന്നും ഞങ്ങൾ അറിഞ്ഞത് എന്താണെന്നറിയോ? അവൻ തിരിച്ച് ദുബായിലേക്ക് ഇറങ്ങുമെങ്കിൽ ഒപ്പം നീയും കാണുമെന്ന്. അതുകൊണ്ട് ഞങ്ങളുടെ മോൻ എവിടെയാണെന്ന് നീ സത്യം പറഞ്ഞേ പറ്റൂ. ഇപ്പൊ ഞങ്ങള് മറ്റൊരു സത്യം കൂടി അറിഞ്ഞു. നീ ഗർഭിണിയാണെന്ന്. നീ സത്യം എന്താണെങ്കിലും ഞങ്ങളോട് പറ. നിന്റെ വയറ്റിൽ വളരുന്നത് ഞങ്ങളുടെ മോന്റെ കുഞ്ഞാണോ? ഒന്ന് നിർത്തോ. പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? സുനിൽ എന്നെ തേടി വന്നതും ഞാൻ കണ്ടതും ഒക്കെ സത്യം. പക്ഷേ അത് എന്തിനു വേണ്ടിയാണെന്ന് കൂടി നിങ്ങൾ അറിയണം. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കിടയിൽ വന്നതുകൊണ്ടാ ഞങ്ങൾ തമ്മിൽ പിണങ്ങിയത്. സുനിൽ പറഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ തമ്മിലുള്ള ബിസിനസ് ഇന്ന് പിന്മാറിയത്. അതോടെ ഞാൻ ഒറ്റയ്ക്കായി. ആ ഒറ്റപ്പെടല് താങ്ങാനാവാതെ വന്നപ്പോഴാ ഞാൻ നാട്ടിലേക്ക് വന്നത്. ഞാനിവിടെ വന്നതിന് ശേഷം ഒരു ദിവസം സുനിലിന്റെ ഫോൺ എനിക്ക് വന്നു. സുനിൽ ഇവിടെ വന്നിട്ടുണ്ടെന്നും അത്യാവശ്യമായിട്ട് കാണണമെന്നും പറഞ്ഞു. കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ സൂര്യയുടെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാ സുനിലിനെ ഞാൻ വീണ്ടും കാണുന്നത്. എന്നെ സ്വസ്ഥമായിട്ട് ഇവിടെയെങ്കിലും ജീവിക്കാൻ അനുവദിക്കില്ലേ? അതോ എന്റെ മരണം കണ്ടേ നീ അടങ്ങുള്ളോ? നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? എങ്കിൽ എനിക്ക് പറയാനുള്ളത് പറയാം. എനിക്കൊന്നും കേൾക്കണ്ട. കഴിഞ്ഞതൊക്കെ മറക്കാൻ ശ്രമിക്കാൻ ഞാൻ. ദയവ് ഇത് എന്നെ ശല്യപ്പെടുത്താതെ സുനിൽ മടങ്ങി പോണം. മനസ്സ, സോറി മനസ്സ, ഞാൻ വന്നത് നിന്നെ കാണാൻ വേണ്ടി മാത്രമല്ല, നിന്നെ കൂടി കൊണ്ടുപോകാൻ വേണ്ടിയാ. നീ ഇല്ലാതെ എനിക്കൊരിക്കലും ജീവിക്കാൻ പറ്റില്ലെന്ന് നിനക്ക് നന്നായിട്ടറിയാം. എനിക്കറിയാം തെറ്റ് എന്റെ ഭാഗത്താ. നിനക്ക് ഇഷ്ടമില്ലാത്ത ബിസിനസ്സിൽ നിന്നെ ഉൾപ്പെടുത്താൻ പാടില്ലായിരുന്നു. മനസ്സ, ഞാൻ പറയുന്നൊന്നും നീ വിശ്വസിക്ക. അന്നും ഇന്നും ഞാൻ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അത് നിന്നെ മാത്രം. ഇപ്പോ നിന്നെ തിരക്കി ഞാൻ ഈ നാട്ടിലേക്ക് വരണമെങ്കിൽ നിന്നെ ഞാൻ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. നോക്ക് മനസ്സ, കഴിഞ്ഞതല്ല നീ മറന്നേക്ക്. നമുക്കിനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കാം. നീ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു കൊച്ചു വീട്ടിൽ നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾക്കൊത്ത് ജീവിക്കാം. ഞാൻ വെറുതെ പറഞ്ഞല്ല. നിന്റെ സന്തോഷമാണ് ഇനി എന്റെ സന്തോഷം. നീ വീണ്ടും എന്നെ കരയിക്കാനാണോ വന്നിരിക്കുന്നത്? അതോ എന്നെ പരീക്ഷിക്കാനോ? സത്യമായിട്ടും അങ്ങനെ അല്ല മാനസ. ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാ പറയുന്നത്. നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ജീവിക്കണം. അതിന് ഏത് നാട്ടിലാണെങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലാതെ നിന്റെ ഓർമ്മകളുമായി ജീവിക്കാൻ എനിക്കാവില്ല മാനസ. എനിക്ക് നിന്നെ വിശ്വസിക്കാമല്ലോ അല്ലേ? വിശ്വസിക്കാം മാനസ. എന്റെ ഹൃദയത്തെ തൊട്ട് ഞാൻ പറയാ,
മരിച്ചാലും ജീവിച്ചാലും നമ്മളിനി ഒരുമിച്ചായിരിക്കും. അങ്ങനെ ഞാൻ വീണ്ടും സുനിലിനെ വിശ്വസിച്ചു. വിശ്വസിച്ചതല്ല, എന്നെ ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചതാ. അങ്ങനെ വീണ്ടും ഞങ്ങള് സൗഹൃദത്തിലായി. ആ പഴയ സുനിലിനെ തിരിച്ചു കിട്ടിയതില് ഞാനും ഒരുപാട് സന്തോഷിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ വീണ്ടും സുനിലിന്റെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം വാശിയുടെ കാര്യത്തില് തന്നെ തോൽപ്പിക്കാൻ വേറെ ഒരാളും ഇല്ല. ന്യായമായ കാര്യങ്ങൾക്കേ ഞാൻ വാശി പിടിക്കാറുള്ളൂ. എന്താ സംശയമുണ്ടോ? അയ്യോ, ഒരു സംശയമില്ലേ. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ആ അതിരിക്കട്ടെ, എന്താ അടുത്ത തീരുമാനം? ദേ അറിയാലോ, ഒന്നാമതേ സുനിലിന്റെ അമ്മയ്ക്ക് എന്നെ കണ്ടുകൂടാ. അതുകൊണ്ട് സുനില് തന്നെ മനസ്സിലുള്ളത് ആന്റിയോട് പറയണം. എന്റെ തീരുമാനം അത് തന്നെയാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഈ വിവരം ഞാൻ പറയുമ്പോ എന്തായാലും അമ്മയും അച്ഛനും എതിർക്കും. അത് തനിക്ക് നന്നായിട്ട് അറിയാം, ശരിയല്ലേ? അതെ, പക്ഷേ അത് നമ്മൾ തരണം ചെയ്തല്ലേ പറ്റൂ. തരണം ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ കാശ് വേണ്ടേ മനസ്സാ.